ഇന്ന് ഞാനുണ്ടല്ലോ ഏറ്റവും ആഗ്രഹിച്ച് ഒരുപാട് നാളെ കാത്തിരുന്ന് ഫൈനലി നമ്മുടെ യൂട്യൂബ് ക്രിയേറ്റേഴ്സ് മീറ്റപ്പിന് ആദ്യമായിട്ട് പോവുകയാണ്. അതിന്റെ 100 വോൾട്ടേജ് സന്തോഷവും അതേപോലെ തന്നെ എക്സൈറ്റ്മെന്റും നിങ്ങൾക്ക് എന്റെ മുഖത്ത് നോക്കിയാൽ മനസ്സിലാവും. ഇത്തവണ പരിപാടി കണ്ടക്ട് ചെയ്തത് നമ്മുടെ മറൈൻ ഡ്രൈവിലുള്ള ഹോട്ടൽ വിവാന്തയിലായിരുന്നു കേട്ടോ. ചെന്നപ്പോൾ തന്നെ നമുക്ക് യൂട്യൂബിന്റെ സീൽ വെച്ച ബാൻഡും ബാഡ്ജും ഒക്കെ തന്നെ. ഈ ഒരു എൻറ്റയർ പരിപാടിയിൽ എന്റെ കമ്പാനിയൻ ഡിഞ്ചു ആയിരുന്നു കേട്ടോ. അവളാണിത്. ആൾക്ക് സ്വന്തം പേരിലൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും. മലയാളി മങ്കീസിന്റെ ഡാൻസോടുകൂടിയാണ് ആദ്യമേ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. ദെൻ നമ്മുടെ അസ്ബി ചേച്ചി, രവീണ, സുജിത് ഭക്തൻ അവരുടെയൊക്കെ ആദ്യത്തെ വീഡിയോയും റീസെന്റ് ഉള്ള വീഡിയോയും ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ശരിക്കും നമ്മളെ മോട്ടിവേറ്റഡ് ആക്കുന്ന കാര്യങ്ങൾ തന്നെ കേട്ടോ. കാരണം ആ ഒരു ലെവലിൽ നിന്ന് അവരുടെ ഹാർഡ് വർക്കിംഗ്, കൺസിസ്റ്റൻസി ഒക്കെ കൊണ്ട് ഇപ്പൊ ലൈഫിന്റെ റേഞ്ച് തന്നെ മാറിയ ആൾക്കാരാട്ടോ അവിടെ വന്ന മിക്കവരും. ദെൻ എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ഐസ് ബ്രേക്കിംഗ് സെക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഗെയിംസ് ഉണ്ടായിരുന്നു. നമുക്ക് കുറച്ച് അവയർനെസ് ഒക്കെ തരുന്ന രീതിയിൽ യൂട്യൂബിന്റെ സൈഡിൽ നിന്ന് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് നല്ല നല്ല കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ കാണാൻ പറ്റി, മീറ്റ് ചെയ്യാൻ പറ്റി, സംസാരിക്കാൻ പറ്റി, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഈ ഒരു യൂട്യൂബ് ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ദിവസം എൻ്റെ ലൈഫിൽ ഉണ്ടാവുമെന്ന് പോയിട്ട് ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് തികച്ചാവും എന്നുള്ള കോൺഫിഡൻസ് പോലും എനിക്കില്ലായിരുന്നു. എനിക്കിപ്പോൾ 2.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിപ്പോൾ നിങ്ങൾ തന്നിട്ടുള്ള സ്നേഹവും സപ്പോർട്ടും കൊണ്ട് മാത്രമാണ്. അതിന് ഞാൻ ഇന്നും എപ്പോഴും ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആയിരിക്കുവേ. അങ്ങനെ കാർത്തികേയൻ്റെ ഒരു കിഡിലും പാട്ടോട് കൂടി നമ്മുടെ പരിപാടി വൈൻഡപ്പ് ചെയ്തു. എല്ലാം കഴിഞ്ഞപ്പോൾ ഡിന്നറിനുള്ള സമയമായി. ബൊഫേ ആയിരുന്നു. ഒരുപാട് ഫുഡ്സ് ഉണ്ടായിരുന്നു. എല്ലാത്തിനെയും കുറച്ച് വെച്ച് ഞങ്ങൾ ട്രൈ ചെയ്തു. അവസാനം ഐസ്ക്രീമും കഴിച്ചു. പോവാറായപ്പോൾ യൂട്യൂബിന്റെ വക ഒരു സഞ്ചിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞു. ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. ഓവറോൾ ഒരു അടിപൊളി ദിവസമായിരുന്നു.